ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാലക്ക് അഥവാ ചീര കൊണ്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ വീഡിയോയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കറി നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ചീരയില നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. ഇലയിലൊക്കെ മണ്ണും മറ്റു പൊടികളും പറ്റിപ്പിടിച്ചിരിക്കും. ഒരു 4-5 പ്രാവശ്യം തന്നെ നമ്മളിത് വെള്ളത്തിൽ മുക്കി കഴുകിയെടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ചീര ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ചു. തിളച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. 1 മിനിറ്റ് സമയം വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചീരയില കൊണ്ടുള്ള എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. പോഷക ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. പിന്നെ അയൺ, വൈറ്റമിൻസ് എല്ലാം ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഉരുളക്കിഴങ്ങ് വാങ്ങിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ തോട് ചുരണ്ടി നോക്കിയാൽ വെളുത്ത കളറിൽ കാണാം. ചില ഉരുളക്കിഴങ്ങിൻ്റെ ചിലത് ഇളം മഞ്ഞ കളറിലായിരിക്കും. ഇതിൽ വെളുത്തതും മഞ്ഞയും കലർന്നിട്ടുള്ള ഉരുളക്കിഴങ്ങ് കാണാം. അതിൽ വെളുത്ത ഉരുളക്കിഴങ്ങിനാണ് പൊടി കൂടുതലുണ്ടാവുക. ഈ കറിക്ക് വേണ്ടി ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ വേവിച്ചിരുന്ന വെള്ളത്തോട് കൂടിയിട്ടുള്ള ചീര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് അരഞ്ഞു പോവേണ്ട. 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാകും. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് അടച്ച് വെച്ച് തുറന്ന് നമുക്കിത് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ചീര ഇട്ട് കൊടുക്കാം. ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സാക്കിയതിന് ശേഷം ഒന്നുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം. രണ്ട് മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ കറിയുടെ ഒരു ടേസ്റ്റിന് വേണ്ടി 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലക്ക് അഥവാ ചീര ഉരുളക്കിഴങ്ങ് കറി തയ്യാറായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.